വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഔട്ടിങ്ങിന് പോയി വന്നേ ഉള്ളൂ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനായിട്ട് തിരക്കിൻ്റെ ഇടയിൽ പോയത് കാരണം മറന്നുപോയി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മോൾക്ക് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ വീട്ടിലിപ്പോൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തുനിന്ന് ചായ കുടിച്ചതാണ്. അപ്പോൾ വീട്ടിലെത്തിയാലും ഒരു ചായ കുടിച്ചാലേ ഉഷാറാവുള്ളൂ. അപ്പോൾ ചായ വയ്ക്കാൻ പോവുകയാണ്. ചായക്ക് വെള്ളം വയ്ക്കുകയാണ്. ചായ കൂടി ഇടാം. 2 ഗ്ലാസ് ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ വെച്ചിട്ടുള്ളൂ ചായ. ഞങ്ങൾക്ക് പുറത്തുനിന്ന് കുടിച്ചാലും വീട്ടിൽ വന്ന് ചായ കുടിച്ചാലേ തൃപ്തിയാവുള്ളൂ. അതല്ല, രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. ചായ തിളച്ചു. ഏട്ടൻ പഞ്ചസാര ഇടാതെ തന്നെ കുടിക്കുക. ഞാൻ ഡയറ്റിങ് ആണെങ്കിലും പഞ്ചസാര ഇട്ടിട്ട് തന്നെ കുടിക്കുക. പഞ്ചസാര ഇടാതെ എനിക്ക് കുടിക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ പഞ്ചസാര ഇടും. ഏട്ടെടുത്തോളൂ ചായ. ഇപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. വയ്ക്കുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. മരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചു. അപ്പം അത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ സിമ്പിൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുക. എല്ലാ ഇവിടെ കുക്ക് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് വരിക. അതിൻ്റെ ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ വെച്ചു. അത് പിടിക്കാൻ വേണ്ടിയിട്ട്, കഷ്ണത്തിലൊക്കെ ഉപ്പൊക്കെ പിടിക്കാൻ, ഉപ്പും മുളകൊക്കെ പിടിക്കണമെങ്കിൽ ചിക്കൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് വഴണ്ടി വരണം. ഇളക്കി കൊടുക്കണം. അപ്പം അതവിടെ ആവട്ടെ. അപ്പോഴേക്കും ഞാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ടൊമാറ്റോ, കറിവേപ്പില, മല്ലിയില എനിക്ക് കുറച്ച് വാടിയതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ മല്ലിയില കുറച്ച് വാടിയതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പുതിനയില കിട്ടിയില്ല. അപ്പോൾ പുതിനയില വേണമെങ്കിലും യൂസ് ചെയ്യാം മല്ലിയിലയുടെ ഒപ്പം. പിന്നെ കുറച്ച് പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം സവാള വഴണ്ടി കിട്ടും. ഉപ്പിട്ടിട്ട് ഇളക്കുക. ആദ്യകൂട്ടനെ അവളെ കളിക്കുകയാണ് കേട്ടോ. ആദ്യകൂട്ടനെ ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയത്. അപ്പോൾ ഉറക്കക്ഷീണുണ്ട്. അപ്പോൾ നല്ല എന്നാലും ആദ്യപ്പോൾ ഉറക്കത്തിൻ്റെ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കളിക്കുന്നുണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ. ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആവാനുണ്ട്. 2 മിനിറ്റും കൂടി വഴന്നാൽ ആവും.
അപ്പോൾ സവാള വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരുമിച്ചിട്ടു. ഇനി അത് വഴറ്റണം. ഇത് ഒരുവിധം ആയിട്ടുണ്ട്, വഴങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊടികളിടാം. ഈ കുറച്ച് വെച്ചിട്ട് പൊടികളിടാം. കുറച്ച് മുളക് പൊടി, അളവൊന്നും ഞാൻ പറയുന്നില്ല. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ചേർത്തിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതിലേക്ക് കൂടി ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ചൂടായിട്ട് ഒന്ന് കിട്ടണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇത് കൂട്ടി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ കുത്തി കൊടുത്താൽ വേഗം വെന്ത് കിട്ടും. കറിവേപ്പില ഞാൻ ആദ്യം ചേർക്കാൻ മറന്നു. സവാള ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കറിവേപ്പില. ഞാൻ കറിവേപ്പിലയും മല്ലിയിലയും കൂടിയിട്ട് ഇടാണ്. ഇതിട്ട ശേഷം വഴറ്റി കൊടുക്കുക. തക്കാളി ഒക്കെ വഴന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കണം. ഇളക്കണം. ഇതെല്ലാം ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ കൂടി ഇട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. ആദ്യകൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ട് മാവൊക്കെ മേത്ത് വെച്ച് കളിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് കൂടെ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ചിക്കൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് മതി. ബാക്കി ചിക്കനിലെ വെള്ളം ഇതിലിറങ്ങിയേക്കോളും. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യത്തിന് ഗ്രേവി എന്ന് വെച്ചാൽ നിങ്ങളത് അനുസരിച്ച് ചെയ്യുക. ഉപ്പ് ഞാൻ നോക്കി. ഉപ്പ് നേരത്തെ ഇട്ടത് പാകമാണ്. അതുകൊണ്ട് പിന്നീട് ചേർക്കണില്ല. ഇനി ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി വിസിൽ വരട്ടെ. എൻ്റെ കുക്കറിന് ഒരു 5 വിസിൽ 6 വിസിലാവുമ്പോഴേക്കും ചിക്കൻ വേവും. നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഏകദേശം 6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ആവി പോകാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 7 വിസിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇത് ആവി വരണവരെ നമുക്ക്, ആവി പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര ചൂടാണ് ഇവിടെ കേട്ടോ. 2 ദിവസം ഇവിടെ മഴ കിട്ടി. അത് കാരണം കുറച്ച് വേദന. ഇനിയിപ്പോൾ ഞാൻ ബ്ലാക്കും കൂടി ഇട്ട കാരണം വൈകുന്നേരം മേല് കഴുകണം വേഗം. ഇത് കഴിഞ്ഞിട്ട് വേണം. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ഇങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില മല്ലിയില എന്തെങ്കിലും ഇങ്ങനെ തൂവി കൊടുക്കാം. ഞാൻ ഇപ്പോൾ കറിവേപ്പില തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നമുക്ക് കുറച്ച് എടുത്ത് കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ടേസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ തന്നെ രാത്രി 10 മണിയായിട്ടോ, അതുകൊണ്ട് ചപ്പാത്തി ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു, ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പം കഴിച്ചു നോക്കട്ടെ. സൂപ്പറായിരുന്നു, അടിപൊളി ചിക്കൻ കറി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എത്ര വേഗം കഴിക്കും കണ്ടോ, സാധനങ്ങൾ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, വെറുതെ കണ്ടുപോകരുത്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.